സർക്കാർ ഗവർണർ പോര് ഇതിങ്ങനെ ആവർത്തിച്ച് പ്രയോഗിച്ച് അതൊരു ഭാഷാ പ്രയോഗം പോലെ ആയിട്ടുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ മാധ്യമങ്ങൾക്ക്. പക്ഷേ ഇതുവരെ കണ്ടതിനെല്ലാം അപ്പുറമുള്ള പണപ്പുറപ്പാടാണ് രാജ്ഭവനിലും ഭരണസിരാ കേന്ദ്രത്തിലുമായി ഒരുങ്ങുന്നത്. കാവിക്കൊടി പിടിച്ച ഒരു ഹിന്ദു ദേവതാ സ്വരൂപത്തെ, ചിത്രത്തെ ഇന്ത്യയുടെ പ്രതീകമായി കാണാനാകില്ല എന്ന നിലപാടിൽ നിന്ന് അണുവിട വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് സർക്കാരും ഇന്ത്യയുടെ പൗരാണിക പ്രബുദ്ധതയുടെ നിറമാണ് കാവി എന്ന് രാജ്ഭവനും നിർബന്ധം പിടിക്കുന്നത്. ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ കാര്യങ്ങൾ ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നതെന്ന് RDXും സന്ദേഹപ്പെടുന്നുണ്ട്. രാജ്ഭവൻ സെൻട്രൽ ഹാൾ വിട്ട് ഗവർണറുടെയും മന്ത്രിയുടെയും തർക്കവും വാഗ്വാദവും സാമൂഹിക മാധ്യമ വാളുകളിലേക്ക് എത്തിയ ദിവസം കൂടിയാണിന്ന്. രാജ്ഭവനും സർക്കാരും തമ്മിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം തുടങ്ങിയെന്ന സൂചനയാണ് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാ വിവാദത്തിൽ ഇന്ന് വന്ന രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം. നേതാക്കളുടെ പ്രതികരണങ്ങൾ ചുരുക്കത്തിൽ നമുക്കൊന്ന് കണ്ടുവരാം. The minister walks out of the function without mentioning about without informing the governor when he was sitting. It is a blatant violation of the protocol. RSSന്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചു വയ്ക്കാനുള്ള ഇടമായിട്ട് രാജ്ഭവനെ തരം താഴ്ത്തരുത്. മതപരമായ ചിഹ്നങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയമായ മറ്റ് വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളടക്കമോ ഒന്നും പ്രചരിപ്പിച്ച് ആ സങ്കേതം, അതിൻ്റെ പരിപാവനമായ ഉള്ളടക്കത്തെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും ആ ഭരണഘടനാ ലംഘനത്തെ എതിർക്കും. മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. ഒരു ഗവർണർക്ക് വഴികാട്ടിയാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് RSSന്റെ പരിപാടിയിൽ ഉള്ള ചിത്രമാണ്. ഇതിനെ അമ്മയായിട്ട് ആരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ശക്തമായിട്ട് കത്തയക്കണം. പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ വന്നത്. മാത്രമല്ല വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്നിപ്പോൾ ഗവർണർ തന്നെ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇതേക്കുറിച്ച് വിശദീകരണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം മന്ത്രി നടത്തിയിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതായത് നേരത്തെ കഴിഞ്ഞ ഗവർണറുടെ കാലത്തേക്കാൾ ഗുരുതരമായ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് VC നിയമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണപരമായ കാര്യങ്ങളിലുള്ള തർക്കമായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത് കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനുമല്ലേ സാധ്യത? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതുകൊണ്ട് വലിയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇത് വലിയ പോര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമെങ്കിലും ഈ കാര്യം ഗവർണർ തോൽക്കുന്നൊരു കളിയാണ്. ഗവർണർ യഥാർത്ഥത്തിൽ തോൽക്കുന്നൊരു കളി അദ്ദേഹം കളിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബേസും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ ഭാരതാംബയ എന്ന് പറഞ്ഞ് ഈ ചിത്രത്തിന് എന്നാണ് അദ്ദേഹം വിളിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ആ ചിത്രത്തെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഹിന്ദുത്വ ബിംബമാണ് എന്ന് ഹർഷൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞല്ലോ. ദുർഗ ഒരു അങ്ങനെ സാമ്യതയുള്ള ഒരു അത് ഇന്നിപ്പോൾ ഒരു ചർച്ചയിൽ ഒരു BJP-കാരൻ പറയുന്നത് കേട്ടു. അപ്പം അതുപോലൊരു ഹിന്ദുത്വ രൂപത്തെ ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നതല്ല. അപ്പോൾ ഈ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഇത് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഈ ആർലേക്കറുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റുന്ന അതിൻ്റെ മുൻ തലമുറക്കാർക്കുണ്ടായിരുന്നു. ഭരണഘടന മാസങ്ങളോളം ചർച്ചയായിട്ടുണ്ടാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വലിയ രാജ്യം ഭരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ആർലേക്കറേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പറയാൻ ശേഷിയുണ്ടായിരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പണ്ഡിതർ, ഹിന്ദുത്വ പണ്ഡിതർ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിട്ടുള്ള പുറത്തൊക്കെ പോയിട്ട് പഠിച്ചു വന്നിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ബാരിസ്റ്റേഴ്സൊക്കെ വാദിച്ചു നോക്കി, പരമാവധി വാദിച്ചു നോക്കി. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം ഈ ഭരണഘടന തുടങ്ങാൻ. നമ്മുടെ ഹിന്ദു മതമാണ് ഇതിൻ്റെ അടിസ്ഥാന മതം, അതുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ ഐക്കൺസിനെ ഈ ഇതിനകത്ത് കൊണ്ടുവരണം എന്നൊക്കെ ഈ ഇദ്ദേഹത്തെക്കാൾ ശക്തമായിട്ട് വാദിക്കുന്ന, ഇദ്ദേഹത്തെക്കാൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ആ പക്ഷത്തുണ്ടായിരുന്നു. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നല്ല, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അങ്ങേയറ്റം സെക്യുലർ ആയിട്ടുള്ള വഴിയിലാണ് നമ്മുടെ ഭരണഘടന തുടങ്ങിയിരിക്കുന്നത്. ഭരണഘടന ആകെ തന്നെയും ഒരു മതത്തിൻ്റേതുമല്ല, സെക്യുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ്, മതേതര രാജ്യമാണ് എന്ന് തെളിയിച്ചതാണ്. ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്
ഈ ഭരണഘടന നിബന്ധിക്കാത്ത ഒരു സംഗതി എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയിൽ പതാക, ദേശീയ പതാക എങ്ങനെ കെട്ടണം, ഏത് നിറം ഉയരത്തിലേക്ക് പോകണം, എത്ര വീതി വേണം, എത്ര നീളം വേണം, ഇതൊക്കെ കൃത്യമായിട്ട് കർക്കശമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയാണ്. നമ്മുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കണം, ഗവർണറുടെ ചുമതലകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെയായിട്ട് കടുകിട വ്യത്യാസമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ മാപ്പ്, ഈ ഭൂപടം എനിക്ക് തോന്നുന്ന പോലെ വരക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ചും ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഒഫീഷ്യൽ സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ ഇത്രയ്ക്ക് കൃത്യമായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്ത്, അദ്ദേഹം ശാഖയിൽ ചെറുപ്പകാലം മുതലേ കണ്ട് അദ്ദേഹത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്ന, അദ്ദേഹത്തിന് വളരെ ബന്ധ്യത തോന്നുന്ന ഒരു ചിത്രം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൊണ്ട് വന്നിട്ട് മറ്റുള്ളവരോട് ഇത് ഇങ്ങനെ പാലിക്കാൻ പറയാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ട് സതീശനെയും പിന്നെ കെ സുരേന്ദ്രനെയും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങളെല്ലാം എനിക്കൊപ്പം പുഷ്പാർച്ചന നടത്തി 2 മുദ്രാവാക്യം വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പോയി പണി നോക്കൂ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകും. ഗവർണർ അത് തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരാവശ്യവുമില്ല. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനലിൽ കൊടുത്ത നമ്മൾ രണ്ടുപേരും കണ്ടല്ലോ ആ ഇൻ്റർവ്യൂ, അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എബോവ് ഭാരതാംബ ഈസ് എബോവ് എവറിത്തിങ് എന്നാണ്. അദ്ദേഹത്തിന് എവറിത്തിങ് ആയിരിക്കുന്നത് അദ്ദേഹം കൊണ്ടു നടക്കുക എന്നല്ലാതെ, അദ്ദേഹത്തിന് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ വെക്കുക എന്നല്ലാതെ മറ്റുള്ള, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇതിനകത്ത് എനിക്ക് സങ്കടം തോന്നുന്നത്, BJP-കാരോടും RSS-കാരോടും സങ്കടം തോന്നുന്നത്, നമ്മുടേതുപോലുള്ളൊരു നാട്ടിൽ ഇപ്പോൾ കെ മുരളീധരനൊക്കെ പറയുന്നതിൽ തന്നെ ഉണ്ട് അതിൻ്റെ അടുത്തൊരു അല്പം കളിമട്ട് കടന്നു വരുന്നുണ്ട്. ഇന്നലെ V. ശിവൻകുട്ടി ചോദിച്ചത്, ഞാനവിടെ ചെന്നപ്പോൾ ഒരു സാരിയിട്ട സഹോദരിയുടെ പടം വെച്ചിരിക്കുകയാണ് എന്നാണ്. അതായത് ഇവർ ശാഖകളിൽ, അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി കൊണ്ടായിരിക്കണം, അദ്ദേഹം പറഞ്ഞു അവർ RSSകാരുടെ സ്ഥലത്ത് ആദരിച്ചോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് ഒട്ടും ശബ്ദത്തിൽ പരിഹാസമില്ലാതെ പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത്, ഇവർ ആർലേക്കറിനെ പോലുള്ള മഹാനായിട്ടുള്ള വലിയ എത്രയോ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന ഒരാൾ, നല്ല 10-70 വയസ്സുള്ളൊരു മനുഷ്യൻ, വളരെ ആദരവോടെ കാണുന്ന കാര്യങ്ങളെ അദ്ദേഹം തന്നെ ഇങ്ങനെ പുറത്തേക്ക് തെരുവിലേക്ക് വെച്ചാൽ ആളുകൾ പരിഹസിക്കും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വളരെ RSSനോടൊക്കെ വലിയ ഇഷ്ടമുള്ള, നല്ല സ്വാത്വികരായിട്ട് ജീവിക്കുന്ന RSSകാരോട് വലിയ സ്നേഹമുള്ള ആൾക്ക് എന്തുമാത്രം വലിയ ഹൃദയവേദനയായിരിക്കും വരിക എന്ന് ആലോചിച്ചു. അതായത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ സാരിയിട്ടൊരു ചേച്ചി ഇരിക്കുന്നു എന്ന് ശിവൻകുട്ടി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു സാധാരണ RSSകാരന് എന്തുമാത്രം വലിയ ഹൃദയവേദനയാണ് വരിക. അപ്പോൾ അങ്ങനെ ഹൃദയവേദന ഉണ്ടാകുന്നൊരു പരിപാടിയിലേക്ക് ഈ കുറേ ആളുകളുടെ, RSS ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനകളൊന്നല്ല, അപ്പോൾ അവരുടെ വന്ധ്യരൂപത്തെ ഇങ്ങനെ കളിയാക്കാനും സമരം ചെയ്യാനും വിട്ടുകൊടുക്കരുതായിരുന്നു ഗവർണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പോയതാണല്ലോ, ഇത് ശാഖയിൽ ഇത് ദുർഗാരൂപമായി തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അത് പക്ഷേ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചോ, ആദ്യ ദിവസത്തെ ചർച്ചകളിലൊന്നും ഈ BJP നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നും അതങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നില്ല. കാരണം അത് പരാജയപ്പെടുന്ന ഒരു വാദമാണെന്ന് അവർക്ക് തന്നെ ഉള്ളിൽ ബോധമുണ്ട്. പക്ഷേ ഇത് എവിടെ വരെ കൊണ്ടുപോകും, ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോയാൽ അത് ഈ അസീമുള്ള ഖാനും അപ്പുറത്തേക്ക് 1857 പുറകിലേക്ക് കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല ഈ സങ്കല്പത്തെ. അപ്പോൾ അതിന് ഇപ്പുറത്തെ അത് അവിടെ തട്ടി നിൽക്കും എന്നറിയാവുന്നത് കൊണ്ട് ഈ തർക്കത്തിൽ പിന്നീട് ഈ സംഗതികളെല്ലാം കടന്നു വരുന്നു. അവർ തന്നെ ഇന്നിപ്പോൾ വിശദീകരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്, അത് പിന്നീട് പല രൂപത്തിൽ ആളുകൾ വരച്ച് മാറ്റിയിട്ടുണ്ടാവും, പല സങ്കല്പത്തിലേക്ക് അത് പോയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വരച്ച് അങ്ങനെ അവർക്ക് ആസ്വദിക്കാനോ അംഗീകരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷെ പ്രശ്നം ഇത് തന്നെയാണ്. സരീഷ് പറഞ്ഞു, ഈ പറഞ്ഞ കാവി കൊടി പിടിച്ച ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം, നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഈ പറയുന്ന RSSൻ്റെ പിറകിലേക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ RSSൻ്റെ പിറവിക്ക് പുറകിലേക്ക് അല്ലെന്നല്ല, ഒരുപക്ഷെ ഗീതാ പ്രസിൻ്റെയോ അല്ലെങ്കിൽ ഈ ശിവകാശി കലണ്ടറുകളുടെ വരവിൻ്റെയോ പിറകിലേക്ക് അതില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പരിഹാസ രൂപേണയല്ല എങ്കിലും അത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലൊരു സങ്കടകരമായ കാര്യം. അതായത് ഇപ്പോൾ ഡാൻസിങ് ഗേൾ പ്രീ ഹിസ്റ്റോറിക് സ്കൾപ്ചർ എന്ന് ഗൂഗിൾ വിക്കിപീഡിയയിൽ അടിച്ചാൽ നമുക്കിത് കിട്ടും. ഡാൻസിംഗ് ഗേൾ ഇസ് എ പ്രീ ഹിസ്റ്റോറിക് ബ്രോൺസ് സ്കൾപ്ചർ മെയ്ഡ് ഇൻ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് അബൌട്ട് 2300-1751 BC ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിറ്റി ഓഫ് മോഹൻജദാരോ, മോഡേൺ ഡേ പാകിസ്ഥാൻ. ഈ ചിത്രം ഹർഷൻ ഓർമ്മയുണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ രൂപം എന്ന് പറയുന്നത് ഡാൻസിങ് ഗേൾ എന്ന് അടിച്ചാൽ കിട്ടുന്ന ഇതാണ് നമ്മുടെ നാട്ടിലെ. ഇത് നഗ്നയായിട്ട് കയ്യിൽ ഇങ്ങനെ കൊടുത്തു നിൽക്കുന്ന ഒരു വളരെ മെലിഞ്ഞൊരു സ്ത്രീയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഏറ്റവും ആദ്യകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീ രൂപം. ഇതാണ് വളരെ ബഹുമാനത്തോടു കൂടി കാണേണ്ടത് നമ്മുടെ അത്രയോ കാലത്ത്. പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ ഈ പടം ഇങ്ങനെ കാണാൻ പറ്റില്ല, ഉടുപ്പിടിപ്പിച്ചു, വസ്ത്രം അടിച്ചു. കാരണം വസ്ത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീമെയിൽ രൂപം, നമ്മുടെ അമ്മ എന്നൊക്കെ പറയാം, ലൂസി എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതുപോലെ നമ്മുടെ അമ്മ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പിന്നിലേക്ക് പോയിട്ടുള്ള നമ്മുടെ ഒരു അമ്മ രൂപം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്.
ഈ ഡാൻസിങ് ഗേൾ എന്നറിയപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട് സനീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, സർക്കാർ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ആകെപ്പാടെ ഈ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനും അങ്കലാപ്പും എല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിലെ കീഴടിയിലെ എക്സ്കവേഷനെ കുറിച്ച് നമ്മൾ ഈ RDXൽ തന്നെ ചർച്ച ചെയ്തതാണല്ലോ. എന്തുകൊണ്ടാണ് എക്സ്കവേഷനിലേക്ക് പോകാൻ ഇവർക്ക് മടി? കാരണം അത് നിർത്തിവെക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ പട്ടണത്തിലെ എക്സ്കവേഷൻ ഇങ്ങനെയാണോ നടക്കേണ്ടത്? ഇതിനേക്കാൾ കാര്യക്ഷമമായി നടക്കേണ്ടതല്ലേ? കൃത്യമായി ഈ ചരിത്ര സത്യങ്ങൾ പുറത്ത് വെളിച്ചത്ത് കൊണ്ടുവരികയും അത് നമ്മുടെ ചരിത്രം എന്തായിരുന്നു എന്ന് കൂടുതൽ ആഴത്തിലും വ്യക്തതയോടെയും നമ്മൾ പഠിക്കണ്ടേ? എന്തിനാണ് അത് കേന്ദ്ര സർക്കാർ അനുവദിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് വേറൊരു വിഷയമാണ്. ഈ മിത്തിൽ നിന്നെല്ലാം വഴിമാറി പോകും എന്നുള്ളത് കൊണ്ടും അവരുടെ സങ്കല്പത്തിൽ നിന്നും വഴിമാറി പോകുന്നുണ്ട്. ഇവിടെ ആ മിത്തിനെയാണ് വീണ്ടും അവതരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ അതിനുപോലും ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത ചരിത്രത്തിന്റെ ഒരു പിൻബലമില്ല. അതാണ് ഇവരിപ്പം നേരിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കളിയിൽ അത് ശക്തർ ആരാടെന്നുള്ളതുകൊണ്ടല്ല, ഗവർണർ തോൽക്കുക. ഒരു കാര്യമുണ്ട്, അതല്ല, അതായത് വേണമെങ്കിൽ ഭരണഘടന തിരുത്താം എന്നുള്ള ഒരു ആർജവം ഈ സർക്കാർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BJP RSSും കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ തിരുത്തപ്പെട്ടു പോകും. ഈ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറത്തൊരു കാലത്ത് അപ്പുറത്തൊരു കാലത്ത് നമ്മൾ ഭാരതമാതാവും തന്നെ ആർലേക്കർ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് ഈ ഭാരതാംബ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ ബഹുമാനിക്കേണ്ടതാണ് ഇന്ത്യക്കാരെല്ലാം എന്ന് എഴുതി വെച്ചാൽ നമ്മൾ ഈ ചർച്ചയില്ല. മാപ്പിന്റെ കാര്യം ഇന്നിപ്പോ ഇത് പരാജയപ്പെടുന്ന വിഷയമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ പരമാവധി സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആർലേക്കറിനൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം തന്നെ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അതായത് ഇത് ഈ സർക്കാർ ഇത് വല്ലാതെ വർഗീയമാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഇടത് സർക്കാർ ഇത് വർഗീയമാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ തൃശ്ശൂരിൽ നിന്നിട്ട് ഇത് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യം, ഈ മാപ്പ് നിങ്ങൾ ഏത് കാലത്തെ മാപ്പാണ് നിങ്ങൾ അംഗീകരിക്കുക? 1971 അതോ 1947 മുമ്പുള്ളതാണോ? ഇതൊന്നുമല്ല, സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പേ അംഗീകരിക്കാൻ പറ്റൂ. അതാണ് ഈ രാജ്യത്തെ നിയമം. അത് സുരേഷ് ഗോപിയുടെ അവരാരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടിയുണ്ട്. എന്തായാലും ഭാരതാംബ വിവാദത്തിൽ ഒരു തരി പോലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോവുക എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. തർക്കം ഇവിടെ തീരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ നിലയ്ക്ക് വിഷയം ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ശ്രമിച്ചും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടെലിവിഷൻ ചാനലിൽ ആ മട്ടിലുള്ള ചർച്ചകളിലേക്കൊക്കെ പ്രതികരണങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോയത്. അതിനൊരു പക്ഷേ കേന്ദ്രത്തിനും താല്പര്യമുണ്ടാകും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യം അതിൻ്റെ 75 വർഷം നീണ്ട പ്രയാണത്തിൽ പല പ്രതിസന്ധികളും സന്നിഗ്ധ ഘട്ടങ്ങളിലും ചെന്ന് നിന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം രാജ്യത്തെ കൈപിടിച്ച് നടത്തിയത് പലയാവർത്തി നമ്മൾ RDXൽ പറഞ്ഞിട്ടുള്ളതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. രാജ്ഭവനും കേരള സർക്കാരും തമ്മിൽ ഉടലെടുത്ത ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും പരിഹാരം അവിടെയുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ.